ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജയിലിൽ സേതുവിനെ കാണാനായി പോയിരിക്കുന്ന അവന്തികയാണ്. സേതുവിനെ കണ്ടയുടൻ തന്നെ കരഞ്ഞുകൊണ്ട് അവന്തിക പറയുകയാണ്, എന്നാലും അച്ഛൻ എങ്ങനെയുള്ള ആളായിരുന്നു, അച്ഛനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും എനിക്കിവിടെ നിന്നിപ്പോൾ 2-3 കൂട്ടുകാരെയൊക്കെ കിട്ടിയെന്നും സേതു പറയുന്നു. ബെയിലിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛാ, എന്താണെങ്കിലും അച്ഛന് നാളെ തന്നെ ജാമ്യം കിട്ടുമായിരിക്കുമെന്ന് അവന്തിക പറയുന്നു. പിന്നെ അച്ഛാ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആ ജോത്സ്യരെ വിളിച്ചിരുന്നു. ജോത്സ്യൻ പറഞ്ഞത് കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. നമ്മുടെ വീട്ടിൽ അർച്ചനയുടെ കുഞ്ഞു കാരണം ഒരു മരണം കൂടി സംഭവിക്കുമെന്നാ ജോത്സ്യൻ പറഞ്ഞത്. നന്ദേട്ടനാകുമോ എന്ന് എനിക്ക് വളരെ പേടിയുണ്ട്. അർച്ചനയുടെ കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ ഒരിക്കലും ദോഷമുള്ളൊരു കുഞ്ഞായിട്ട് സേതുമാധവന്റെ പേരക്കുട്ടി വളരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക. ആ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ ദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ചെയ്യണമെന്നും അവന്തിക പറയുന്നു. മോൾ വിഷമിക്കണ്ട, അച്ഛൻ പുറത്തു വന്നാൽ ഉടൻ തന്നെ ജോത്സ്യരെ വിളിച്ച് പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യിക്കാം. അർച്ചനയ്ക്കും സച്ചിക്കുമൊക്കെ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ മോളുടെ ഭാഗത്തെ സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കും, മോള് വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ് സേതു അവന്തികയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സേതു അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ കിളവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയത് അർച്ചനയും സച്ചിയും കാരണമാണെന്ന് ആര് പറഞ്ഞാലും ഇയാൾ വിശ്വസിക്കാനേ പോകുന്നില്ല. അർച്ചനയുടെയും സച്ചിയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവി ഈ അവന്തികയുടെ നാവിൻ തുമ്പിലാണിനി. ആ കുഞ്ഞ് ജനിക്കണോ വേണ്ടോ എന്നൊക്കെ അവന്തിക തന്നെ തീരുമാനിക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. എല്ലാവരും കൂടി കഴിക്കാനിരിക്കുമ്പോൾ മീര പറയുകയാണ്, ഉടനെ തന്നെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് ഒന്നുകൂടി പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തിനാണെന്ന് അനൂപ് ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അത് പിന്നെ അർച്ചനയുടെ കുഞ്ഞിന്റെ ദോഷം മാറാനായി അവിടെ എന്തോ പരിഹാര പൂജയൊക്കെ നടത്തുന്നുണ്ടെന്നാ കേട്ടത്. നിന്നോടിതൊക്കെ ആരാ പറഞ്ഞതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അങ്ങനെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് സച്ചിയും അച്ചും മതിച്ചോ എന്ന് കമലയും ചോദിക്കുന്നു. അത് പിന്നെ സേതു അങ്കിളെ കാണാനായിട്ട് അവന്തിക ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അങ്കിള് പറഞ്ഞ കാര്യമായത്. മിക്കവാറും അങ്ങനെയൊരു പൂജ ഇവിടെയും കൂടി നടത്തുന്നത് നല്ലതായിരിക്കും. എനിക്കും ഒരു പെങ്കൊച്ചുള്ളതാ, അതുകൊണ്ട് ആരെങ്കിലും പോയി കണ്ടിട്ട് ഇവിടെയും ഒരു പരിഹാര കർമ്മം ചെയ്യണമെന്ന് മീര പറയുമ്പോൾ അച്ചുവിൻ്റെ കുഞ്ഞിൻ്റെ ദോഷം കാരണം ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്നും അങ്ങനെ ഒരു കർമ്മങ്ങളും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ലെന്നും ചിലരൊക്കെ പലതും പറഞ്ഞു പരത്തുന്നതായിരിക്കുമെന്നും ദേഷ്യത്തോടെ പറയുകയാണ് അനൂപ്. തുടർന്ന് മീരയും അനൂപും തമ്മിൽ വഴക്കാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ കമല ഇടപെട്ട് അതിനെ പരിഹാരമുണ്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സേതുവിന് ജാമ്യം കിട്ടുന്നതാണ്. സേതുവിനെ കണ്ടുവിടും തന്നെ സന്തോഷത്തോടെ അർച്ചനയും സച്ചിയും അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവന്തിക കരഞ്ഞുകൊണ്ട് സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന്തികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സേതു പറയുകയാണ്, മോള് കരയാതെ, മോളി അച്ഛനു വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അച്ഛൻ അറിയാലോ. ഇനിയൊരു കുഴപ്പവുമില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കൂടെ കാറിൽ കയറി പോവുകയാണ് സേതുമാധവൻ. അതേസമയം അർച്ചന അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ സേതു അവന്തികയോടൊപ്പം പോകുന്നു. സച്ചേട്ടാ, അച്ഛൻ നമ്മളുടെ അടുത്തേക്ക് ഒന്ന് വന്ന പോലുമില്ലല്ലോ എന്ന് അർച്ചന വിഷമത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിനെ കൂട്ടിക്കൊണ്ട് അവന്തിക നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. പിന്നാലെ തന്നെ സച്ചിയും അർച്ചനയും ചെല്ലുകയാണ്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചനയും സച്ചിയും അടുത്തേക്ക് ചെല്ലുന്നു. അച്ഛനു വേണ്ടി ജാമ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് കയറി പോകുന്നു. അതേസമയം ആരതി താലവുമായിട്ട് പുറത്തേക്ക് വരികയാണ് അവന്തിക. ജയിലിലൊക്കെ കിടന്നിട്ട് വന്നതല്ലേ, ആരതിത്താലം ഒഴിഞ്ഞു തന്നെ അച്ഛനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സേതുവിനെ അവന്തിക ആരതി ഒഴിയുന്നു. മഹേശ്വരൻ പോറ്റി സാറില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജാമ്യം കിട്ടില്ലായിരുന്നുവെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും. എന്തൊക്കെ അർച്ചന ഈ ഏട്ടത്തി പറയുന്നത്, നമ്മളിതിനു വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാണെന്ന് സച്ചി പറയുമ്പോൾ അല്ലെങ്കിലും ഇവരിങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. ഞാനൊന്ന് നന്ദനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സേതു നന്ദൻ്റെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും പോയതിനു ശേഷം സന്ദീപ് ചോദിക്കുകയാണ്, അവന്തികേട്ടത്തിയുടെ അഡ്വക്കേറ്റ് വഴിയല്ലല്ലോ അച്ഛന് ജാമ്യം കിട്ടിയത്. അങ്ങനെയല്ല സന്ദീപേ, അവന്തികേട്ടത്തി അങ്ങനെയൊക്കെ വരുത്തി തീർത്തതാണെന്ന് സച്ചിയും പറയുന്നു. എന്ന് അവന്തിക തനിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ സേതു നന്ദനോട് പറയുകയാണ്. മോള് വിഷമിക്കേണ്ട, മോളുടെ സങ്കടങ്ങൾക്കുള്ള പരിഹാരമെല്ലാം അച്ഛൻ ഇന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സേതു പുറത്തേക്ക് പോകുന്നു. തുടർന്ന് സേതു പോയതിനു ശേഷം അവന്തിക നന്ദനോട് പറയുകയാണ്, കണ്ടില്ലേ മിസ്റ്റർ നന്ദൻ, എൻ്റെ റൂട്ടെല്ലാം ഞാൻ നന്നായി തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ശരിയായാലേ ഇനി എനിക്ക് നിങ്ങളുടെ ആവശ്യമേ ഇല്ല. തന്നെ കൊല്ലണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ താൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്നാലേ എൻ്റെ ഏറ്റവും വലിയ ശത്രു താൻ തന്നെ ആയിരിക്കും. അതിനേക്കാൾ നല്ലത് താനങ്ങ് മുകളിലേക്ക് പോകുന്നതല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ കിടക്കുകയാണ് നന്ദൻ.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.